ആയിക്കോട്ടെ. കണ്ടുപിടിച്ചോളൂ. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുള്ള എന്നാണ്. ഞാൻ വളാഞ്ചേരിയിലാണ്. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ബാക്കിലിരിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ പേടിയാണ് പോയത്. നിങ്ങളുടെയൊക്കെ സംസാരം കേൾക്കുമ്പോൾ എല്ലാവരും നിങ്ങൾ അടിപൊളിയായിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു 2 ദിവസമായിട്ടുള്ളൂ, എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇംഗ്ലീഷിനെ കുറിച്ച്. ഞാനിങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ആലോചിച്ചതെന്ന് വെച്ചാൽ, ഞാനിവിടെ വായിച്ചൊരു കഥ ഉണ്ട്. ഒരു രാജാവിൻ്റെ മോളെ കല്യാണം കഴിക്കാൻ വേണ്ടി കേട്ടിട്ടുണ്ടാവും അല്ലേ? ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തു, എൻ്റെ മോളെ കല്യാണം കഴിക്കുന്നത് ആ നാട്ടിലെ ഏറ്റവും ധീരനായ ഒരാൾക്കാണ്. അപ്പോൾ ആ ധീരന്മാരെ ആരാന്നുള്ളത് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചെഴുതിയത്. അപ്പോൾ വന്നപ്പോൾ ആ വീട്ടിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, വലിയൊരു കുളം കുത്തിയിട്ട് അതിൽ കുറേ മുതലകൾ ഇട്ടിട്ടുണ്ട്. അത് ഇപ്പുറത്ത് ചാടിയിട്ട് അപ്പുറത്തേക്ക് നീന്തി കയറുന്നവർക്കാണ് ഈ കുട്ടീനെ എൻ്റെ മോളെ കെട്ടിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ അതിങ്ങനെ തിങ്ങി നിൽക്കുന്ന ആളുകൾ, ആരിപ്പോൾ ചാടും അതിൽ ഒരുത്തടുത്തോട് ചാടിയപ്പോൾ ആൾക്കാരൊക്കെ കൈയടിച്ചു, ധീരനായ മനുഷ്യൻ എന്നുള്ള. അയാൾ നീന്തി പോയിട്ട് അപ്പുറത്ത് പോയി കയറി. പലരും ആഹ്ലാദിച്ചു അയാളെ, കാരണം ഇത്രയും മുതലിൻ്റെ അടിയിലൂടെ നീന്തി കയറിയല്ലോ. അപ്പോൾ അയാളെ രാജാവ് വിളിച്ചിട്ട് ഏറ്റവും ധീരനായ മനുഷ്യനാണ് ഇവനിക്ക് എൻ്റെ മോളെയും എൻ്റെ എല്ലാ സ്വത്തും മുതലൊക്കെ ഞാൻ കൊടുക്കുകയാണെന്ന്. അപ്പോൾ ഇയാൾ പറയും, നിങ്ങളെ സ്വത്തും മുതലും നിങ്ങളെ മോളൊക്കെ അവിടെ നിൽക്കാം, പിന്നെ തിരിക്ക് തള്ളിയിട്ട പന്നിയുടെ നോക്കേണ്ടി. എന്നതുപോലെ ഞാൻ ഏത് സമയത്താണോ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്. വെറുതെ മലയാളമൊക്കെ പറഞ്ഞ് പോയാൽ മതിയായിരുന്നു. നിങ്ങളൊക്കെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ പേടിയാവുള്ളൂ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇൻഷാ അല്ലാഹ് പിന്നീട് 15 സെറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ലെവലിലേക്ക് എത്തിയില്ല. ഞാൻ ഏറ്റവും നല്ലൊരു സംസാരിക്കുന്ന ഒരാളായിട്ട് മാറുക എന്നുള്ളതിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. അതിന് ആഷിം സാർ അടിപൊളിയാണ് അല്ലേ? ആളെ പൊളിയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. Dual School of English.